മൂന്നാം ലേഖനത്തിൽ യോഹന്നാൻ സ്വയം എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? മൂപ്പ്. യോഹന്നാൻ ആർക്കാണ് മൂന്നാം ലേഖനം എഴുതിയത്? ഗായോസിന്. യോഹന്നാൻ ആരെയാണ് സത്യത്തിൽ സ്നേഹിച്ചത്? ഗായോസിനെ. പ്രിയനെ, എന്തുപോലെ നീ, അതായത് ഗായോസ്, സകലത്തിനും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നതുപോലെ. എന്തുകൊണ്ടാണ് യോഹന്നാൻ അത്യധികം സന്തോഷിച്ചത്? സഹോദരന്മാർ വന്ന് നീ, അതായത് ഗായോസ്, സത്യത്തിൽ നടക്കുന്നുവെന്ന് അവന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ യോഹന്നാൻ ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല. ഏതിനേക്കാൾ? അവന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ. ഏതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു എന്ന് ഗായോസ് പ്രശംസിക്കപ്പെട്ടു. സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെയും. സഹോദരന്മാർക്കും മറ്റാർക്കും വേണ്ടിയൊക്കെയും അധ്വാനിക്കുന്നതിൽ പ്രിയനായ ഗായോസ് വിശ്വസ്തത കാണിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. വിശേഷാൽ അതിഥികൾക്കും വേണ്ടി. ഈ സഹോദരന്മാരും അതിഥികളും എന്തിന് സഭയുടെ മുൻപാകെ സാക്ഷ്യം പറഞ്ഞു? ഗായോസിന്റെ സ്നേഹത്തിന്. എങ്ങനെ അതിഥികളെ യാത്ര അയച്ചാൽ നന്നായിരിക്കും എന്നാണ് യോഹന്നാൻ ഗായോസിനോട് നിർദ്ദേശിച്ചത്. ദൈവത്തിന് യോഗ്യമാകും വണ്ണം. എന്ത് നിമിത്തമാണ് സഹോദരന്മാരും അതിഥികളും ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്? തിരുനാമം നിമിത്തം. സത്യത്തിന് കൂട്ടുവേലക്കാർ എന്ന നിലയിൽ നാം അതിഥികളെ എന്ത് ചെയ്യേണ്ടതാകുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്? സൽക്കരിക്കേണ്ടതാകുന്നു. എട്ടാം വാക്യം പറയുന്നത് ക്രിസ്ത്യാനികൾ സത്യത്തിന് എന്ത് ആകണമെന്നാണ്. കൂട്ടുവേലക്കാർ. സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നത് ആരായിരുന്നു? ദിയോത്രഫേസ്. ഞാൻ വന്നാൽ എന്ത് ദിയോത്രഫേസിന് ഓർമ്മ വരുത്തും? അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. എന്തുകൊണ്ടാണ് യോഹന്നാൻ
ദിയോത്രെഫേസിനോട് അതൃപ്തനായത്. പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രെഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അവൻ ഞങ്ങളെ ദുർവാക്കു പറഞ്ഞു. താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അവന് മനസ്സുള്ളവരെ വിനോദിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. തിന്മ ചെയ്യുന്നവരും നന്മ ചെയ്യുന്നവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. എന്ത് അനുകരിക്കരുതെന്നാണ് യോഹന്നാൻ ഗായോസിനോട് പറയുന്നത്? നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. ആർക്കാണ് എല്ലാവരും സത്യത്താൽ തന്നെ സാക്ഷ്യം ലഭിച്ചത്? ദെമത്രിയോസിന്. മഷിയും തൂവലും കൊണ്ടെഴുതാൻ യോഹന്നാൻ മനസ്സില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? വേഗത്തിൽ ഗായോസിനെ കാണാൻ ആശിക്കുന്നതുകൊണ്ട്. വേഗത്തിൽ നിന്നെ കാണാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. ആരോട് മുഖാമുഖമായി സംസാരിക്കാം എന്നാണ് യോഹന്നാൻ പറയുന്നത്? ഗായോസിനോട്. ഗായോസിന് വന്ദനം ചൊല്ലുന്നത് ആരാണ്? സ്നേഹിതന്മാർ. സ്നേഹിതന്മാർക്ക് എങ്ങനെ വന്ദനം ചൊല്ലുക എന്നാണ് യോഹന്നാൻ പറയുന്നത്? പേരായി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.